ഒരു പയ്യൻ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ നിന്ന് 5 സ്റ്റാർ മുട്ടായി നുണഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഒരു വല്യമ്മ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ അവരെ ബാഗ് നൊന്തോ ഒരു സാധനം ഉരുണ്ട് റോഡിലേക്ക് പോയി. മോനെ ഒന്ന് എടുത്തതാ മോനെ. ഇവൻ ഈ മുട്ടായി തിന്ന തിരക്കിൽ എടുത്തു കൊടുത്തില്ല. കുറച്ചു നേരം കാത്ത് വല്യമ്മ ഇവൻ എടുത്തു തരില്ല എന്ന് ബോധ്യമായപ്പോൾ അവരുമല്ല എഴുന്നേറ്റ് റോഡിൽ നിന്ന് ഈ സാധനം എടുക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങിയതും ഇവരിരുന്ന ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂര ഡിം ഇടിഞ്ഞു താഴെ വീണു. അവര് ഈ പയ്യൻ അത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ വല്യമ്മ അതിൽപ്പെട്ട് മരിക്കുമായിരുന്നു. ഇവൻ എടുത്തു കൊടുക്കാത്തത് കൊണ്ട് വല്യമ്മ രക്ഷപ്പെട്ടു. എന്നിട്ട് വല്യമ്മ ആ പയ്യനോട് പറയാ, താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ എന്ന്. താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ. കേൾക്കുമ്പോൾ നല്ല രസമുള്ള പരസ്യമാണ്. ഈ പരസ്യത്തിന്റെ ഉള്ളിൽ അതിഭീകരമായിരിക്കുന്ന ഒരു നെഗറ്റീവ് തത്വശാസ്ത്രം അടങ്ങിയിരിക്കുന്നുണ്ട്. പുതിയ കുട്ടികളോട് പറയാ, നീ അൽഫാമിനെ തേടി നടക്കൂ, നീ ചിക്കൻ കബാബിനെ ചിക്കൻ മന്തിയെ തേടി നടക്കൂ, നീ ഒന്നും ചെയ്യരുത്, നീ ഒന്നും പുതിയത് ചിന്തിക്കരുത്. അകർമ്മണ്യതയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക സംസ്കാരം. ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഫോളോവേഴ്സ് ഉള്ളത് ആർക്കാന്നറിയോ? കുക്കറി ഷോകൾക്കാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് തിന്നാനോ കയ്യില്ല, എന്നാ ഉണ്ടാക്കുന്ന കണ്ടിട്ട് വായിൽ വെള്ളം ഇങ്ങനെ വിടാലോ. കുക്കറി ഷോകൾക്ക്. പിന്നെയുള്ളത് വൃത്തികെട്ട ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. നല്ല കാര്യം എന്തോ പറഞ്ഞാലോ ഇല്ല, ആരും മൈൻഡ് ചെയ്യില്ല. നല്ല കാര്യം ഇല്ലേ ലോകത്ത്. കഴിഞ്ഞ ദിവസം ഉദയംപേരൂര് മിനിഞ്ഞാന്നല്ല അതിന്റെ തലേന്ന് ഉദയംപേരൂര് അവിടെ AKG വായനശാല വയലാർ അനുസ്മരണ പരിപാടി വെച്ചു. വലിയ പരിപാടിയാണ്. കാദംബരി എന്ന് പറയുന്ന ഒരു സംഗീത ട്രൂപ്പൊക്കെ ഉണ്ട്. ഞാൻ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റോഡ് സൈഡിൽ ഒരു ബോർഡ്, അപ്പം 5 രൂപ, ഇടിയപ്പം 6 രൂപ, ചപ്പാത്തി 7 രൂപ, പൊറോട്ട 8 രൂപ. ബോർഡ്. വലിയൊരു ഹോട്ടല്, പേര് ലളിതം. ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. നമുക്ക് ആടുന്ന 2 ദോശ കിട്ടുമെന്ന് നോക്കാം. അവിടെ കയറിയിട്ട് നമ്മളവിടെ ഇരിക്കുമ്പോഴേക്ക് ഓണർ ഓടി വന്ന്, അയാൾക്ക് എന്നെ നല്ല പരിചയമുണ്ട്, എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാറില്ല. അയാളെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ആ ഹോട്ടലിന്റെ ചരിത്രം അതിൻ്റെ അടുത്തുള്ള ആൾ പറഞ്ഞു തന്നു. കടത്തിൽ മുങ്ങി നശിച്ച് നാറാണക്കല്ല് കണ്ട ആത്മഹത്യ ചെയ്യാൻ പോയ ആളായിരുന്നു ഇതിന്റെ ഓണർ. അപ്പോഴാണ് ഒരു തട്ടുകട പോലെ തുടങ്ങിയത്. ഇപ്പൊ അതിന്റെ സ്ഥലം മുഴുവൻ ലീസിനെടുത്ത് വലിയ ഹോട്ടലാണ്. ആ ഹോട്ടലിന്റെ പ്രത്യേകത, എല്ലാ ദിവസവും 12 മണിക്ക് പാത്രങ്ങളുമായിട്ട് ഇദ്ദേഹം ഒരു ഗുഡ്സ് വണ്ടിയിൽ പുറപ്പെടും. ഒറ്റക്ക് താമസിക്കുന്ന ആ പഞ്ചായത്തിൽ ഒറ്റക്ക് താമസിക്കുന്ന ആരുമില്ലാത്ത 20 വയോജനങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി വിളമ്പും. എല്ലാ ദിവസവും ഭക്ഷണം ആയ ഉടനെ ആദ്യം ഇവർക്ക് കൊണ്ടുപോയി വിളമ്പും. 20 പേരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. എന്നിട്ട് മാത്രമേ ഹോട്ടലിലേക്ക് തിരിച്ചു വരൂ. എല്ലാ ഓണത്തിനും 200 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓണസദ്യ ഫ്രീ ആയിട്ട് കൊടുക്കും. എന്തൊരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്തൂണെന്ന വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അയാൾ പറഞ്ഞു ഇല്ല. പെൻഷൻ എന്നതിന്റെ മലയാളമാണ് അടുത്തൂണ്. അടുത്തൂണെന്ന് പറയുന്നത് വിരിഞ്ഞ ആളുകൾക്ക് ഭക്ഷണം പൊതിഞ്ഞിട്ട് വീട്ടിലെത്തിച്ചു കൊടുത്തിരുന്നു മാർത്താണ്ഡവർമ്മ. അടുത്ത് ഊണെത്തിച്ചു കൊടുത്തിരുന്നു. അത് പിന്നെ ബാധ്യതയായപ്പോൾ അതിന് പൈസ കൊടുത്തു, പകരം ഊണിന് പകരം പൈസ കൊടുത്തു. അതാണ് പെൻഷൻ ആദ്യത്തെ, അടുത്തൂൺ. അങ്ങനെയാ മലയാളം വന്നത്. നിങ്ങൾ ചെയ്യുന്നതാണ് അടുത്തൂൺ. ഊണ് അടുത്തെത്തിച്ചു കൊടുക്കുക, പെൻഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഞാനായിരുന്നു. ഇങ്ങനെ നന്മയുണ്ട് ഒരുപാട്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ എന്ന സുഗതകുമാരിയുടെ വരികൾ ഓർക്കുക. അതുകൊണ്ട് എല്ലാം മോശമൊന്നുമല്ല. ഈ സോഷ്യൽ മീഡിയകൾ തുറന്നാ വിചാരിക്കും എല്ലാം പോക്കാന്ന്, ഒന്നും നന്നാവില്ല എന്ന നെഗറ്റീവ് മനസ്സിൽ ഉണ്ടാവരുത്. എല്ലാം നല്ലതാണ്. നമുക്ക് ഈ പ്രായത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള വീടും വീട്ടിലെ ആളുകളും വീട്ടിന്റെ ചുറ്റുവട്ടമുള്ള പ്രകൃതിയും നമ്മുടെ നാടും ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ആവും. ആ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് നിരന്തരം പുതുക്കാൻ പറ്റും. സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല അതിജീവനത്തിന്റെ മുന്നോട്ട് പോക്കിന്റെ മന്ത്രമാണ് സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് സോഫ്റ്റ് ആക്കേണ്ടത്? SOFTEN എന്നാണ് സോഫ്റ്റിന്റെ സ്പെല്ലിംഗ്. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കാൻ പഠിക്കുക. നമ്മൾ നാട്ടുകാരോടെല്ലാം പുഞ്ചിരിക്കും, വീട്ടുകാരോട് പുഞ്ചിരിക്കാറില്ല. രാവിലെ എണീറ്റ് വരുമ്പോ പിലാമെന്ന് വീണ പയഞ്ചക്ക പോലെ കൂട്ടിയിട്ട് വരില്ല. ഒന്ന് ചിരിക്കുക. കൊച്ചുമക്കളോട് മക്കളോട് എന്തല്ല ഒന്ന് പുഞ്ചിരിക്കും.
പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണല്ലോ. മറ്റു പക്ഷിമൃഗാദികളൊന്നും പുഞ്ചിരിക്കാറില്ലല്ലോ. ധർമ്മടത്ത് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ പോലെ ഒക്ടോബർ 1-ന്. പരിപാടി എന്താണെന്നറിയാം? പരിപാടി ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം, അപ്പൂപ്പൻ അമ്മൂമ്മ സംഗമം. ഒക്ടോബർ 1 വയോജന ദിനമല്ലേ? എത്രയാ ആളെന്നറിയോ? നോക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 4 ആളുണ്ടാവുമല്ലോ. ഇപ്പൊ അധികവും മക്കളെ നോക്കുന്ന അച്ഛനമ്മമാരല്ല, അപ്പൂപ്പനും അമ്മൂമ്മയാ മക്കളെ നോക്കുന്നത്. അവരെല്ലാം ഇങ്ങ് വന്നു. അവരെ അരികിലിരുത്തി മറുഭാഗത്ത് കുട്ടികളെ ഇരുത്തിയിട്ട് അവിടുത്തെ പ്രിൻസിപ്പള് ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തുക. ഞാൻ ക്ലാസ് എടുക്കാൻ പോയതാണ്. മക്കളെ, ഇവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നെല്ലാം പറയുമ്പോൾ കൂട്ടത്തിൽ ടീച്ചർ പറഞ്ഞു, പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു കാലം പഴുത്ത് വീഴുമെന്ന് ഓർക്കുക, അതുകൊണ്ട് ചിരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ കുട്ടികളാന്ന് പറഞ്ഞു. അപ്പൊ ഒരു പയ്യൻ 6ാം ക്ലാസ്സുകാരൻ എഴുന്നേറ്റിട്ട്, ടീച്ചറെ ഒരു സംശയം, എന്താ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്നാ പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. അതുകൊണ്ട് ചിരിക്കുക, പുഞ്ചിരിക്കുക. നിങ്ങളുടെ വീടും പുഞ്ചിരിക്കുക. രാവിലെ എഴുന്നേറ്റ വാതിലൊന്ന് തുറക്കും. വീടിന്റെ ചുണ്ട് വാതിലല്ലേ, അവിടെ സുപ്രഭാതം സുപ്രഭാതം. അത്ര മനോഹരമാണ് ആ സുപ്രഭാതം. പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. ശ്രീകുമാരൻ തമ്പി എഴുതിയ ഈ പാട്ടിനെ കുറിച്ചിട്ട് ശ്രീകുമാരൻ തമ്പി സദസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ചേർത്തലയിൽ. അവാർഡ് കൊടുക്കുന്ന രമേശ് ചെന്നിത്തല 1.5 മണിക്കൂർ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളേതായാലും എത്തിയല്ലോ, നിങ്ങൾ പ്രസംഗം തുടങ്ങിക്കോ. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളിലെ ദാർശനിക സൗന്ദര്യം എന്ന വിഷയം. ഞാൻ ഈ പ്രതീചി രണ്ടും കണ്ടു നിൽക്കുമെന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയ. എന്താണ് ഈ പ്രതീചി? ശ്രീകുമാരൻ തമ്പി പറഞ്ഞു, പലരും പ്രതീചി എന്താണെന്ന് അറിയാതെയാ പാടുന്നത്. ഇതിനെ ഇത്ര മനോഹരമായി വ്യാഖ്യാനിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിനെ ഉണർത്തൂ, മനസ്സിനെ ഉണർത്തൂ. ഓപ്പൺ ദി ഹേർട്ട്. എസ് കഴിഞ്ഞ ഓപ്പൺ ദി ഹേർട്ട്. ഹൃദയം തുറന്ന് വർത്തമാനം പറ. വീട്ടിൽ മൊബൈൽ കയ്യിൽ വെക്കാണ്ട് കുട്ടികളോടും മക്കളോടും നിങ്ങളും ആരും മൊബൈൽ കൈവെക്കണ്ട. ടിവിയും പൂട്ടിയിട്ട് ഒന്ന് വട്ടത്തിലിരിക്കുക. എന്നിട്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറയുക. എന്താ പറയണ്ടേ? ദുഷിപ്പല്ല. അതാരാ പോകുന്നത്? ഗോപാലേട്ടൻ മഹാവൃത്തിയിട്ട. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളില്ല. MLA പോക്കാണ്. മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാരെ, മുഖ്യമന്ത്രി ഭീകരന, പ്രധാനമന്ത്രി അതിലും ഭീകരന, എല്ലാവരും മോശ, ഒരാളെ ഉള്ളു ലോകത്ത് നല്ല, ഞാൻ മാത്രം. ഇത്തരത്തിലുള്ള ചർച്ചകൾ കേട്ട് നമ്മുടെ കുട്ടികളുടെ എല്ലാം മനോഭാവം, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല എന്ന മട്ടിലേക്ക് മാറുക. അവിടെ നല്ല കാര്യങ്ങൾ പറയും, രസകരമായ കാര്യങ്ങൾ പറയും, ബാല്യത്തിലുള്ള അനുഭവങ്ങൾ പറയും. മനസ്സിലായോ? അതുകൊണ്ട് ഉപദേശിക്കാൻ നിൽക്കരുത് കേട്ടോ. ഉപദേശമൊന്നും കുട്ടികൾക്ക് കേൾക്കൂല. അതുകൊണ്ട് ഹൃദയം തുറന്ന് തമാശ. അവരെ കേൾക്കണം. നിങ്ങൾ പറയുന്ന അവര് കേൾക്കണോ? അവരെ 2 കേട്ടാലേ നിങ്ങൾ 1 അവര് കേൾക്കൂ. കാരണം നിങ്ങൾക്ക് 2 ചെവിയുണ്ട്, 1 നാവേ ഉള്ളൂ. പ്രകൃതിയുടെ കണക്കതല്ലേ. പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണം. കേൾക്കാൻ തയ്യാറാവുക. ഓപ്പൺ ദി ഹേർട്ട്. 3ാമത്തത് ഫോർവേഡ് ലീൻ. മുന്നോട്ട് കുനിയും. ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ടെന്താ? കൊച്ചുമോനും വന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൊച്ചുമോനെ എടുക്കണം. ഞാൻ പ്രസിഡന്റാ, കുനിയില്ല, വാ എന്ന് പറഞ്ഞ് എടുക്കാനാവും. നമ്മൾ കുട്ടികളിലേക്ക് താണാലേ കുട്ടികൾ നമ്മളിലേക്ക് വരും. ഫോർവേഡ് ലീൻ. മുന്നോട്ട് കുനിയാൻ പഠിക്കുക. ശരീരത്തിലെ അവയവങ്ങളിൽ കണ്ണും കാലിന്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം മുന്നോട്ട് മടക്കുന്നതാണ്. കാലിന്റെ മുട്ട് പുറകോട്ട് മടക്കി വെച്ചത് പിന്നോട്ട് നടക്കാനല്ലല്ലോ, മുന്നോട്ട് ഓടാൻ വേണ്ടിയാ. എന്നിട്ട് നമ്മളിങ്ങനെ പുറകോട്ട് മലരണ്ട, മുന്നോട്ട് മതി. ഫോർവേഡ് ലീൻ. ടച്ച്, തൊടണം. മക്കളെ തൊടണം. മക്കൾ വലിയ ആളായിട്ടുണ്ടാവും, പക്ഷെ എന്താന്ന് തൊട്ടാല് ഒന്ന് ചുമല് കൈവച്ചാൽ എന്താ? ഏത് കുരുത്തം കെട്ട മക്കളും എത്ര പ്രായമുള്ളായാലും നിങ്ങളെ മുമ്പിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഒരു മന്ത്രം പറഞ്ഞു, ഒരു മർമ്മം പറഞ്ഞിട്ട് ഞാൻ കുപ്പായത്തിനുള്ളിൽ കൈയിട്ടിട്ട് പുറത്ത് ചൊറിഞ്ഞു കൊടുത്താൽ മതി. ഭയങ്കര ഇഷ്ടമായിരിക്കും ഏതൊരു മനുഷ്യനും. അത് ഇഷ്ടമില്ലാത്ത ഒറ്റ മനുഷ്യനില്ല. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഇത് പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാണ്. മനസ്സിലായി? വേറെ കൈകൊണ്ട് കാലുകൊണ്ട് തലയുണ്ടല്ലോ എന്തെല്ലാം ഉപകാരമുണ്ട് നമുക്ക്. ഏറ്റവും കൂടുതൽ പ്ലിന്റ് ഏരിയ സ്പേസ് പോകുന്ന പുറത്തിനാ. ഒരു ഉപകാരമില്ലാത്ത സാധനം ഇത് ചൊറിയാനുണ്ടാക്കിയതാ. അതുകൊണ്ട് തൊടുക, മക്കളെ തൊടുക. നിങ്ങളുടെ അച്ഛനമ്മമാരെയും തൊടണം. അവർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മരുന്നും കൊടുത്താൽ പോരാ.
അവരെ തൊടണം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്, പരസ്പരം തൊടണം. ബെഡ്റൂമിലല്ല, ഓപ്പണായിട്ട് മക്കളുടെ മുമ്പിൽ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ എന്താ? നമ്മളെ സ്ത്രീകളില്ലേ, മക്കളെ മുമ്പൊന്ന് ഭർത്താവ് ഒന്ന് ചുമലിൽ കൈവെക്കുവോ, ഒന്ന് കൈകൾ കോർത്ത് പിടിക്കും. നിങ്ങൾ കളിക്കുന്ന പിള്ളേർ കാണൂലേ? ഇതെന്താ ആലക്കത്തെ പെണ്ണുങ്ങളിയാ? സ്വന്തം ഭാര്യയല്ലേ? പിള്ളേർ കണ്ടാൽതാ ഒന്ന് പ്രേമിക്കുന്നു. പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെ അല്ല, മരണം വരെ വികസിക്കേണ്ടതാ. സബലമി യാത്ര എന്ന കവിത പഠിച്ചിട്ടില്ലേ നമ്മള്? ആശുപത്രി കിടക്കയിൽ ഒരു ചുമക്കടിയിടറി വീഴാം ഈ പഴങ്കൂട്, എങ്കിലും നീയൻ അണിയത്ത് ചേർന്നു നിൽക്കൂ സഖി, വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. പ്രേമിക്കും. കല്യാണം വരെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലൈക്ക് യു. രാവിലെ ഉച്ചക്കും രാത്രി അയക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞോ ഐ ലവ് യു, ഐ ലൈക്ക് യു എന്ന് പറഞ്ഞോ? പറയുന്ന എന്തോ ഒരു മോശ. എന്താ പറയാത്തെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ പറഞ്ഞ മറുപടി, വിവാഹം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു അറിയാത്തെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാം അതെന്താണ് പറയാത്തതെന്ന് അറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പാണോ ഇത്? അതുകൊണ്ട് പ്രേമിക്കും. ടച്ച്, ഹൃദയത്തിൽ തൊട്. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കുക. കണ്ണാണല്ലോ പേഴ്സണാലിറ്റി. അതിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതകളും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കണ്ണിൽ നോക്കി സംസാരിക്കുക. SOFTEI, അടുത്ത N, നോഡിങ്, തലകുലുക്ക്, സമ്മതിച്ചു കൊടുക്കുക. ആ ശരി 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 അച്ഛാ, ഞാനൊരു കാറ് വാങ്ങുന്നുണ്ട് അച്ഛാ, ചുവന്ന കാറാ അച്ഛാ വാങ്ങുന്നത്. ഇങ്ങനെ ഇരുന്നാൽ പിന്നെ ഒരിക്കലും നിങ്ങളോട് വന്ന് പറയോ? ഇല്ല, ഓൻ്റെ പൈസ പോകും വലിയ കാറ് വാങ്ങുന്ന. എന്തിനാ ഇങ്ങനെ? മക്കളോട് അസൂയ പാടില്ല. അതേ മോനെ, ആ ശരി സന്തോഷം എന്ന് പറയുമ്പോൾ അതിനൊരു പൊരുത്തമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ നമ്മൾ പറഞ്ഞ വഴിക്കേ നടക്കാവൂ എന്ന് നമ്മൾ വാശി പിടിച്ചാൽ നമ്മളെ ജീവിതം കുളത്തിലാവും. അവരെന്തായാലും അവരെ വഴിക്ക് നടക്കും. നമ്മള് വരച്ചേലെ വന്നില്ലേ, പോയാലേ വരക്കുക. മനസ്സിലായോ? അവർക്കനുസരിച്ച് നമ്മുടെ സങ്കല്പങ്ങളെ തിരുത്തുക. എന്നാലേ തിരുത്തേണ്ടടുത്ത് അവർ കേൾക്കൂ. എല്ലാറ്റിനും എതിർപ്പ് പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യില്ല. നല്ലതിനെ പ്രോത്സാഹിപ്പിക്കൂ, തലകുലിക്ക് സമ്മതിക്കൂ. അങ്ങനെ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. അത്തരത്തിൽ രസകരമായ ഇനിയുള്ള ജീവിതം രസകരമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ പുതിയത് കണ്ടെത്തണം.